എല്ലാവർക്കും നമസ്കാരം. ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അർപ്പിച്ചത്. ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യമായി എം ടി സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് ലാൽ ജോസ് സാറിനെ വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ്. അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു. അതിനുശേഷം നീണ്ട 13 വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. അശ്വതി മാം, സാറിന്റെ മകൾ അശ്വതി മാം ഡയറക്ട് ചെയ്ത ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത്. മധുബാലയാണ് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. താങ്ക് യു. നമസ്കാരം എം ടി സർ, പിറന്നാൾ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. എം ടി സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരഥങ്ങൾ. ഇതിനു മുൻപും ഒരു മുഴുനീള ഫീച്ചർ ഫിലിമിൽ സാറിന്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു. എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ 2000-ന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീനടന്മാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാനതിനെ കാണുന്നു. അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം, ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ കുടുംബക്കാര്. ശരിക്കും ഈ കടൽക്കാറ്റ് എന്ന മനോരഥങ്ങളിലെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. എം ടി സാറിന്റെ തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് കടൽക്കാറ്റ് എന്ന ഈ സിനിമ ചെയ്തിരിക്കുന്നത്. കോയിൻസിഡന്റ്ലി എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറ് തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ്. സോ ഇപ്പോൾ കഥയൊന്നല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ കടൽക്കാറ്റായിട്ട് തന്നിരിക്കുന്നത്. അത് അഭിനയിക്കാൻ സാധിച്ചു. സോ ഒന്നല്ല, 2 സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഡബിൾ കൺഗ്രാറ്റുലേഷൻസ് ടു അവർ ബിലവഡ് ഇന്ദ്രജിത്ത്. താങ്ക് യു. സാറിനോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. 1-2 പ്രാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സാറിനോട് അടുപ്പമുള്ളവരെല്ലാവരും, അത് അശ്വതി ആണെങ്കിലും സുധീർ ആണെങ്കിലും, എല്ലാവരും പറയുന്നൊരു കാര്യം, ഇന്ദ്രനെ വലിയ കാര്യമാണ്, ഇന്ദ്രനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം സർ. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആൻഡ് ഈ ഒരു അവസരത്തിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊള്ളുന്നു, പിറന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ സർ. ആദ്യമായിട്ട് എം ടി സാറിൻ്റെ പിറന്നാൾ ആശംസകൾ. എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എം ടി സാറിൻ്റെ ഒരു സിനിമയുടെ ഭാഗമാണെന്നുള്ളത്. നടക്കില്ലെന്ന് അറിയില്ലായിരുന്നു. ദൗഭാഗ്യം പോലെ പ്രിയ സാറിലൂടെ അത് സംഭവിച്ചു. ഒരു സ്വപ്നം പോലെയായിരുന്നു. ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് ലെജൻസിനെ കൂടെ കാണാൻ കഴിഞ്ഞു, അവരോടൊരു വേദി പങ്കിടാൻ കഴിഞ്ഞു. ലക്ഷ്യമുണ്ട് തീർച്ചയായിട്ടും ലെൻസിനോട് നിൽക്കുന്നു. ഒരുപാട് ഭാഗ്യം, സന്തോഷം. ഗോഡ് ബ്ലെസ്. നമസ്കാരം. മലയാളത്തിൻ്റെ സുഹൃതമായ എം ടി വാസുദേവൻ നായർ സാറിന് ജന്മദിനാശംസകൾ. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച പോലെ മലയാളത്തിലെ സാങ്കേതിക പ്രവർത്തകരുടെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സാറിന് ജന്മദിനാശംസകൾ നേരുകയാണ്. എം ടി സാറിൻ്റെ എഴുത്തിനെ കുറിച്ചോ തിരക്കഥയെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ ഇവിടെ സംസാരിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം ആയിരക്കണക്കിന് പുറങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വിമർശകർ, ഗവേഷകർ ഇപ്പോഴും ആ എഴുത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാകൃത്തിൻ്റെ ആർക്കിടൈപ്പ് ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് എം ടി വാസുദേവൻ എന്നായിരിക്കും. നമ്മളുടെ സാധാരണ ജീവിതത്തെയാണ് അദ്ദേഹം തൻ്റെ രചനയ്ക്ക് വിഷയമാക്കിയത്. ഒറ്റപ്പെടുന്നവരുടെ, ഏകാധികളുടെ, തിരസ്കൃതരുടെ ഒക്കെ ജീവിത പരിസരത്തിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. തനിക്ക് ഏറെ പരിചയമുള്ള മനുഷ്യരെയും ഭൂവിഭാഗങ്ങളെയും പറ്റി മാത്രമേ എം ടി എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്കവാറും എഴുത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിളാനദി കാണും, യമുന, എനിക്ക് തോന്നുന്നു ഗംഗ നദിയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത് അവസാന കാലത്ത് വാരണാസിയിലാണ് എന്ന് തോന്നുന്നു. അതുവരെ അദ്ദേഹത്തിന് നിളയുടെ പരിസരങ്ങളും വിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്ത് സഞ്ചരിച്ചിട്ടില്ല. അപൂർവമായി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എല്ലാവരും വാഴ്ത്തുന്ന 2ാം ഊഴം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ സെക്കൻഡ് ഫിഡിൽ എന്ന് വിളിക്കാവുന്ന
എപ്പോഴും രണ്ടാമതായി പോകുന്ന ആളുകളുടെ ബോധധാരയിലായിരുന്നു എം ടി വാസുദേവൻ നായരുടെ ശ്രദ്ധ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഹോമേജാണ് ഈ സരിഗമ ഇപ്പോൾ C5 ചേർന്ന് ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുന്ന ഈ 9 സിനിമകളുടെ സമാഹാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സംവിധായകർ, അതിൽ വെറ്ററൻ ഡയറക്ടേഴ്സ് മുതൽ രതീഷിനെയും മഹേഷിനെയും പോലുള്ള പുതിയ തലമുറയിലെ ആളുകൾ വരെയുണ്ട്. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ, ഫഹദ്, ബിജു മേനോൻ തുടങ്ങി ഒട്ടനവധി പ്രധാനപ്പെട്ട നടീനടന്മാർ, അപർണ, പാർവതി എല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ 91ാമത്തെ പിറന്നാളിൽ ഇന്ദ്രജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നടീനടന്മാരും ഏറ്റവും മികച്ച സംവിധായകരും ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകരും ചേർന്ന് ഈ സിനിമയുടെ ഒരു ആന്തോളജി അദ്ദേഹത്തിൻ്റെ 91ാം പിറന്നാളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. I wholeheartedly want to express my gratitude to Saregama for making possible this dream, and the whole industry will be indebted to you forever for making this possible. And I am also expressing my gratitude to C5 to support the project. Thank you so much, Team Saregama and Team C5. അവസാനമായി പറയാനുള്ളത്, എം ടി സാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനെ കുറിച്ച് എഴുതിയ ഒരു വാചകം ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അത് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് സാറിനോട് പറയാനുള്ളതാണ്. അത് ബഷീറിനെ കുറിച്ച് അങ്ങ് എഴുതിയതാണ്. എൻ്റെ ഈ മരുപ്പറമ്പിൽ ഇത്തിരി വട്ടത്തിൽ തണലും തണുപ്പും സുഗന്ധവും തന്ന പൂമരം മുളപ്പിച്ച കാലത്തിൻ്റെ ഉർവരതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എംഡിക്ക് നന്ദി പറയുന്നു. വ്യക്തിപരമായി ഒരു ചെറിയ സംഗതി കൂടി പറയണം. ഈ വേദിയിൽ സാറിൻ്റെ മുമ്പിൽ അത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഞാൻ 90കളുടെ ആദ്യം സാഹിത്യ വിമർശനത്തിൽ കൈവച്ച് ലേഖനങ്ങൾ നിരന്തരം ആഴ്ചപ്പതിപ്പുകൾ കഴിക്കുമ്പോൾ മടക്ക തപാലിൽ തന്നെ അത് കൃത്യമായി കിട്ടിയിരുന്നു. ഒന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. 98-ൽ KP അപ്പൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നിരൂപകനെ അതിനിശിതമായി വിമർശിച്ച് ഞാൻ എഴുതിയ ഒരു ലേഖനം ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുത്തു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് അത് പ്രസിദ്ധീകരിച്ചു. അന്ന് പത്രാധിപർ ശ്രീ MT വാസുദേവൻ നായരായിരുന്നു. എന്നെപ്പോലെ ആയിരക്കണക്കിന് എഴുത്തിലേക്ക് വരാൻ വെമ്പി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് വഴികാട്ടിയ ഒരു പത്രാധിപർ കൂടിയായിരുന്നു MT എന്നുള്ളത് ഈ അവസരത്തിൽ മറന്നു പോകരുത്. ഒപ്പം നിലപാടുകൾ പറഞ്ഞാൽ ചിറകുകൾ അറിയപ്പെടും എന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് തൻ്റെ പ്രായം മറ്റാരേക്കാളും താൻ ചെറുപ്പമാണ് എന്ന് വിപ്ലവകരമായി ഉറക്കെ പ്രഖ്യാപിക്കുന്ന MT വാസുദേവൻ നായരുടെ നിലപാടുകൾക്കും കാലത്തെ ജയിക്കാനുള്ള കരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി വാസുവേട്ടന് പിറന്നാൾ ആശംസകൾ. എല്ലാവരും MT സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് എന്താണ് വാസുവേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്നത് എന്ന് സംശയമുണ്ടാവും പലർക്കും. പക്ഷെ അത് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം തരാതെ തന്ന ഒരു അനുവാദമാണ്. മനോരഥങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ കരുതുന്നു. അതും എനിക്ക് പ്രിയപ്പെട്ട 2 കഥകൾ. അതിൽ എനിക്ക് പ്രിയപ്പെട്ട ഞാൻ ഏറെ ആദരിക്കുന്ന മലയാളത്തിൻ്റെ മമ്മൂക്ക അഭിനയിക്കുന്നു. നന്ദി എല്ലാവർക്കും ഈ സമയത്ത് പറയുന്നു. നന്ദി. മലയാളത്തിൻ്റെ, ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ തന്നെ സാഹിത്യ കുലപതി വാസുവേട്ടന് ജന്മദിന ആശംസകൾ. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും പോലെ ഏതാണ്ട് 55 വർഷങ്ങൾക്ക് മുൻപ്
ആദ്യമായി വാസുദേവൻ്റെ കഥകൾ വായിച്ച ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു. ഓരോ കഥകളും ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഓരോ പ്രായത്തിലും ആ കഥയ്ക്ക് പുതിയ പുതിയ മാനങ്ങൾ വരുന്നു. ഇന്നും വാസുദേവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു നിത്യഹരിത നായകനെ പോലെ. ജീവിതത്തിലെ വലിയൊരു സ്വപ്നമായിരുന്നു. ഞാൻ ഭരതേട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ ആദ്യമായി ഭരതേട്ടൻ എൻ്റെ കയ്യിൽ തന്ന തിരക്കഥ ഋഷ്യശൃംഗൻ എന്ന പേരിലുള്ള വൈശാലിയുടെ തിരക്കഥ. വാസുദേവൻ്റെ കയ്യക്ഷരം കണ്ട് ഞാൻ കോരിത്തിരിച്ചു. ആ തിരക്കഥ വായിക്കുമ്പോൾ മനസ്സിലൂടെ ഓടിയെത്തുക ഞാൻ എന്നും ആരാധിക്കുന്ന വാസുദേവനെ കുറിച്ച്. പിൽക്കാലത്ത് വാസുദേവൻ്റെ കൂടെ ആ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ നിമിഷവും ആ സിനിമയുടെ ചിത്രീകരണ സമയത്തൊക്കെ വാസുദേവനെ ഇങ്ങനെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് സമയത്ത് പോലും കൂടെ ഇരുന്ന ഭരതേട്ടൻ പോലും ഒരിക്കൽ ഏതാണ്ട് പതറിയ നിമിഷത്തിൽ വാസുദേവൻ വന്നിറങ്ങി അതിൻ്റെ ഓരോ അംശവും ഒരു പൂർണ്ണ എഡിറ്ററെ പോലെ എഡിറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന വൈശാലി ആ രൂപത്തിലാക്കി. ഞാൻ അത്ഭുതത്തോടെ എന്നും കാണുന്ന വാസുദേവൻ. ഒരു സിനിമ ചെയ്യണം എന്ന് പ്രിയേട്ടൻ പറഞ്ഞതുപോലെ മറ്റ് സംവിധായകർ പറഞ്ഞതുപോലെ ഞാനും ആഗ്രഹിച്ചിരുന്നു. എൻ്റെ വലിയ സ്വപ്നമായിരുന്നു. ആദ്യം തന്നെ നടന്നേ ഞാൻ വാസുദേവനോട് ചോദിച്ചിരുന്നു, എനിക്ക് ഒരിക്കൽ ഇത്തരം കഥ തരണം, തീർച്ചയായും ചെയ്ത് തരാമെന്ന് പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ഒരു പക്ഷേ എഴുത്തിയാട്ടം കൊണ്ട് മറ്റ് സിനിമകളിലേക്കൊക്കെ ഞാൻ പോയി. ഇന്ന് ഈ നിമിഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ നിമിഷമാണ്. എനിക്ക് അശ്വതി ഒരു സ്വാതന്ത്ര്യം തന്നു. ഈ 10 കഥകളിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വർഗം തുറക്കുന്ന സമയം മതി. ഒരിക്കൽ എന്നും കാലത്തെ അതിജീവിക്കുന്ന ഒരു കഥയാണ്. ഒരു കഥാകാരൻ്റെ കഥ ജീവിതത്തിൽ എല്ലാ കാലത്തും അർത്ഥവത്താവുമ്പോഴാണ് അത് മഹത്തരമാകുന്നത്, ലോകോത്തരമാകുന്നത്. ഒരിക്കൽ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ അന്ന് ഏറ്റവും റിലവൻ്റായ ടോപ്പിക്കായിരുന്നു. ഇന്ന് സ്വർഗം തുറക്കുന്ന സമയം വീണ്ടും റിലവൻ്റായ ടോപ്പിക്കായി മാറുന്നു. ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി നെടുമുടി വേണു വരുമ്പോൾ നിയോഗം, നിമിത്തം എന്ന വാക്കുകളൊക്കെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ ശയ്യയിൽ കിടക്കുമ്പോൾ, ജീവിതത്തിൻ്റെ അവസാന രംഗം അഭിനയിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സ് പ്രാർത്ഥിക്കുകയും ഇതൊരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വർഗം തുറക്കുന്ന സമയമാവരുത്. പക്ഷേ ഒരുപക്ഷെ വേണിച്ചേട്ടനും അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. അതിന് ചിത്രീകരണ വേളയിൽ മുഴുവൻ ഞാനും മിക്കവാറും അടുത്തിരുന്ന് കാര്യങ്ങൾ ഒഴിഞ്ഞു കൊടുക്കും. പിന്നീട് ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ആശുപത്രിയിലായി. അവിടെ തൻ്റെ സഹധർമ്മിണിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈയിടെ ഒരു സിനിമ അഭിനയിച്ചു വാസുദേവൻ്റെ, അതിൽ ഇതുപോലൊരു രംഗമുണ്ട്, ഞാനിപ്പോൾ കിടക്കുന്നത് പോലൊരു രംഗം. മക്കളെ വിളിച്ച് അടുത്തിരുത്തി. അന്ന് വേണോട്ടം പറഞ്ഞ വാക്കുകൾ ചേച്ചി പറയുമ്പോൾ ശരിക്കും ദുഃഖം തോന്നും. ഏതാണ്ട് നിയോഗം പോലെ വേണോട്ടം നമ്മളെ വിട്ടു പോകുമ്പോൾ സ്വർഗം തുറക്കുന്ന സമയം നമ്മൾ വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നു. എൻ്റെ മനസ്സിലെ, എൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വാസുദേവൻ്റെ ഒരു തിരക്കഥ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തം. നിയോഗങ്ങളും നിമിത്തങ്ങളും കൂടി ചേരുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരൻ നമ്മളോടൊപ്പം ഈ നിമിഷം ജന്മദിനം കൊണ്ടാടുമ്പോൾ ഇത് തന്നെയാണ് അർത്ഥവത്തായ മുഹൂർത്തം. നന്ദി, നമസ്കാരം. തികച്ചും അഭിമാനകരമായിട്ടുള്ള സന്ദർഭം തന്നെയാണ്. മലയാളത്തിലെ ഏറ്റവും പ്രതിഷ്ഠ നേടിയിട്ടുള്ള ചലച്ചിത്ര പ്രതിഭകളോടൊപ്പം, അഭിനേതാക്കളോടൊപ്പം ചെറുകഥ എന്ന ഒരു ഫോം ലഘുചിത്രമായി ഉപയോഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഹരം കണ്ടെത്തിയിട്ടുള്ള, അതിലൂടെ സിനിമ പഠിച്ച ഒരാളെന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചത്, അതും മലയാള ചെറുകഥയിലെ ഏറ്റവും ഉന്നത ശീർഷനായിട്ടുള്ള ശ്രീ എം ടി വാസുദേവൻ്റെ ഒരു കഥ അധികരിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരുന്നു. പ്രത്യേകിച്ചും ഇതിൻ്റെ കഥ, തിരക്കഥ ഒക്കെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആയിട്ട് സാറ് വീട്ടിൽ ചെലവഴിച്ച നിമിഷങ്ങൾ. ഇതിന് പ്രത്യേകതയും കൂടിയുണ്ട്. സാറിൻ്റെ സഹധർമ്മിണി കലാമണ്ഡലം സരസ്വതി ടീച്ചർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.
മാത്രമല്ല അശ്വതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു കുടുംബ സെറ്റിലായിരുന്നു ഇതിൻ്റെ ചിത്രീകരണമൊക്കെ. വളരെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു അവസരം സമ്മാനിച്ചതിന് ന്യൂസ് വാല്യൂ ഫിലിംസിന് പ്രധാനമായിട്ടുള്ള പിന്നീട് സരിഗമ, അതുപോലെ ഇന്ന് ഇത് നമുക്ക് മുമ്പിലെത്തിക്കുന്ന പ്രേക്ഷകർക്ക് മുമ്പിലെത്തിക്കുന്ന ZEE5 പ്ലാറ്റ്ഫോമിലും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം നന്ദി പറയുന്നു. നമസ്കാരം. നമസ്കാരം. എൻ്റെ കാഴ്ചയിൽ എഴുത്തുകാരൻ്റെ ഇൻറ്റഗ്രിറ്റി ഒരു കാലത്തും വിട്ടുകൊടുക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട MT സാറിന് ജന്മദിനാശംസ. അദ്ദേഹത്തിൻ്റെ എഴുത്ത് പുസ്തകങ്ങളിലൂടെ, പ്രത്യേകിച്ച് തിരക്കഥകൾ, DC പബ്ലിഷ് ചെയ്ത തിരക്കഥകളിലൂടെ വായിച്ചാണ് തിരക്കഥ എന്താണ് നമ്മളെല്ലാം പഠിക്കുന്നത്. ഞാൻ എന്നെപ്പോലൊരു ചലച്ചിത്ര വിദ്യാർത്ഥി പഠിക്കുന്നു. അതിനകത്ത് ആ തിരക്കഥ വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ആമുഖമുണ്ട്. അതിനകത്ത് ആ കഥ വന്ന വഴിയെക്കുറിച്ച്, അതിൽ പലതും ചുറ്റുപാടിൽ നിന്ന് എങ്ങനെയാണ് കഥകൾ അദ്ദേഹം കണ്ടെത്തുന്നുള്ളൊരു പാഠമാണ്. ആ ടെക്സ്റ്റ് ബുക്കാണ് ഇന്നും എന്നെപ്പോലുള്ള ചലച്ചിത്രകാരൻ, ഇന്നത്തെ ജനറേഷനുള്ള ഒരു പക്ഷേ സിനിമാ വിദ്യാർത്ഥികളെന്ന് വിളിക്കാവുന്ന സംവിധായകർ കടമെടുത്തിരിക്കുന്നു. എനിക്ക് എന്തുകൊണ്ട് ജയരാജ് സാർ പറഞ്ഞു, ജയരാജ് സാറിന് കിട്ടിയ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നില്ല, എന്നിലേക്ക് ഷെർലക്ക് വരികയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഷെർലക്ക് ചെയ്യാൻ സാറ് തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് ഇന്നും അറിയില്ല. സാറുമായി ചെലവഴിച്ച ആ സമയങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എനിക്ക് ഇടപെടാൻ പറ്റിയ ആ നിമിഷങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് അധികം കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അതും ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥ, അത് സംവിധാനം ചെയ്യാൻ എനിക്കൊരു അവസരം ലഭിച്ചു. അതിൽ പ്രത്യേകമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയ ചില സംഭവങ്ങളിൽ വളരെ വളരെ സ്വസ്ഥമായ അദ്ദേഹത്തിൻ്റെ നർമ്മം കലർന്ന ഭാഷയിൽ എന്നോട് അതിൻ്റെ എന്താ പറയുന്നത്, അതിന് ആ കഥ വന്ന വഴിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. ഒരുപാട് നന്ദി സർ. താങ്ക് യു സോ മച്ച്. ന്യൂസ് വാല്യൂവിനും അശ്വതിക്കും, ന്യൂസ് വാല്യൂയുടെ എല്ലാ ബന്ധപ്പെട്ട എല്ലാ നിർമ്മാതാക്കൾക്കും, സരിഗമയ്ക്കും, ZEE5നും നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. മനോരഥങ്ങൾ എന്ന ഈ ആന്തോളജിയിൽ കടൽക്കാറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയത്. ഇതിന് അവസരം തന്ന MT സാറിനോടും ന്യൂസ് വാല്യൂവിനോടും സരിഗമയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. മലയാള ഭാഷയെയും സാഹിത്യത്തെയും സിനിമയെയും ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ച മലയാളിയുടെ സ്വകാര്യ അഹങ്കാരവും കൂടിയായ ശ്രീ MT വാസുദേവൻ നായർക്ക് എൻ്റെ ഊഷ്മളമായ പിറന്നാൾ ആശംസകൾ ആദ്യമേ നേരുകയാണ്. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം തിരക്കഥ എഴുതി കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള സംവിധായകർ സംവിധാനം ചെയ്ത് താരങ്ങൾ അഭിനയിച്ച 9 സിനിമകളാണ് ZEE5ഉം സരിഗമയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതിന് പിന്നെ അണിയറയിലും രംഗത്തും ഞാൻ മനസ്സിലാക്കുന്നത് 3000-ലധികം താരങ്ങൾ ഉൾപ്പെടെ 3000-ലധികം ആളുകൾ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവും ബഹുമതിയുമാണ് ഇതെന്ന് നിസ്സംശയം പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിൻ്റെ ആത്മാവാവിഷ്കാരമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും. പക്ഷെ എങ്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വസാഹിത്യകാരന്മാരോട് ചേർത്ത് നിർത്താവുന്ന ഇന്ത്യൻ സാഹിത്യകാരന്മാരിൽ ഒന്നാമനാണ് ശ്രീ MT വാസുദേവൻ നായരെന്നും അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ അതിരുകൾ കടന്നിട്ട് ചില ആദരവുകൾ വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാനെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും നമ്മുടെ മഹിതമായ പാരമ്പര്യം അത് ഉൾക്കൊള്ളുകയും അത് രചനകളിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്ത ഒരു എഴുത്തുകാരൻ എന്നുള്ളതാണ് മറ്റെഴുത്തുകാരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇനിയും മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ സാധിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് ജഗദീശ്വരൻ ആരോഗ്യ സൗഖ്യം നേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ ശ്രേഷ്ഠമായ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം നൽകിയിട്ടുള്ള ശ്രീമതി അശ്വതി നായർക്കും ശ്രീ സുധീരനും എൻ്റെ അകൈതവുമായ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രീ MT പ്രിയ ബഹുമാനായ MT എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. നമസ്കാരം. നമസ്കാരം. ഇനിയിപ്പോൾ ഇങ്ങനെ സംസാരം നീണ്ടുപോകുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സമയം വളരെ പ്രധാനമാണ്. എങ്കിലും പറയാൻ പറഞ്ഞതുകൊണ്ട് MT സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പുസ്തകം കാതികൻ്റെ മണിപ്പുര എന്ന് പറയുന്നൊരു പുസ്തകം. അതിൽ എങ്ങനെയാണ് ഒരു കഥയുണ്ടാകുന്നത് എന്ന് നിരവധി പേരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ആ പുസ്തകം മുന്നോട്ട് പോകുന്നത്. അപ്പം അതിൽ അദ്ദേഹം പറയുന്ന ഒരു ചെറുപ്പത്തിലുള്ളൊരു കാലത്തെ വർണ്ണിക്കുന്നുണ്ട്. കുടുക്കില്ലാത്ത ട്രൗസറിൽ വാഴനാല് കുടുക്കി നിർത്തി ഓടുന്ന ഒരു കാലം. അങ്ങനെയുള്ളൊരു പയ്യൻ, അദ്ദേഹം തന്നെയാണ് ആ കുട്ടിക്കാലം. ഏതാണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലത്ത് തന്നെയാണ് ഞാനൊക്കെ MT സാറിനെ അറിയാനും സിനിമകളിലൂടെ കാണാനും ഒക്കെ തുടങ്ങിയത്. അന്നുള്ള ഒരു തീവ്രമായൊരു ആഗ്രഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ ഉരുവിടുക എന്നുള്ളത്. അപ്പോൾ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്ക പറഞ്ഞാണെങ്കിൽ ലാലേട്ടൻ പറഞ്ഞാണെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ വന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റ് ചെയ്യുന്നതിൽ സംഭാഷണങ്ങളുടെ പ്രത്യേകത അറിയാം. അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സംഭാഷണം മെയ് 11, അതായത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലെ ഒരു സംഭാഷണമാണ്. നിധികുംഭങ്ങൾ വാരിയെടുക്കാൻ കടൽ കടന്നു ചേർന്ന രാജകുമാരൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യത്തെ ദിവസം. മീനച്ചൂട് നിലാവാണെന്നും അമ്പലച്ചിറ ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണെന്നും മനസ്സിലാക്കിയ ആദ്യത്തെ ദിവസം. അപ്പം സുകുമാരൻ സാറിന്റെ രാജൻ എന്ന കഥാപാത്രം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ കൽപ്പണിക്കാരനായിട്ട് തൊഴിലെടുത്ത ആദ്യത്തെ ദിവസം അത് എഴുതുന്ന ഒരു ഡയറി കുറിപ്പാണ്. ദുബായിലെ രാജൻ എഴുതുന്നത്. അങ്ങനെ നിരവധി സംഭാഷണങ്ങൾ. അപ്പൊ അതൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പം ഈ വളരെ തീവ്രമായിട്ട് ആഗ്രഹിച്ചു എന്നെങ്കിലും ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമായിട്ട് ഒരു തിരശ്ശീലയും വെള്ളിത്തിരയിൽ വരണം. പക്ഷെ തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു ദിവസം അത് വരും. അത്തരം അനുഭവങ്ങൾ ധാരാളം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം ഒരു ദിവസം പ്രിയൻ സാറിൻ്റെ ഒരു കോളായിരുന്നു രാത്രി. ഹരീഷ്, ഞാനിങ്ങനെ ഒളവും നീരവും ചെയ്യുന്നു, എൻ്റെ കുഞ്ഞാലിയുടെ മുഖം നിന്റേതാണ്, വരണം. അപ്പോൾ കുറേ നേരം എനിക്ക് മുണ്ടാട്ടം മുട്ടിപ്പോയി. കാരണം അത്രയും ആഗ്രഹിച്ചൊരു സാധനം നമ്മളെ പോലെ കുറവ് വരികയാണ്. പിന്നെ നേരെ ആ കഥാപാത്രം അന്ന് ചെയ്ത ജോസ് പ്രകാശ് സാറിൻ്റെ മകനെ കണ്ട് അദ്ദേഹത്തെ കൂട്ടി ആ കല്ലറയിൽ പോയി ഒരു മൗനാനുവാദം വാങ്ങി. അതിനുശേഷം MT സാറിൻ്റെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങി. അങ്ങനെയാണത് തുടങ്ങിയത്. ഏതായാലും ഞങ്ങളുടെ ഓളവും തീരത്തിനും മാത്രമല്ല മനോരഥങ്ങളിലെ മുഴുവൻ സിനിമയിലെയും അണിയർ പ്രവർത്തകർക്കും നടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേർന്നുകൊണ്ട് MT സാറിന് ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബഹുമാനിയെ, വാക്കുകളും വിശേഷണങ്ങളും തീർത്തും അപ്രസക്തമാക്കുന്ന വ്യക്തിത്വമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ബഹുമാനായ വാസുവേട്ടൻ, പ്രിയപ്പെട്ട MT. അദ്ദേഹത്തിന് ആദ്യം തന്നെ ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു. നമ്മളെല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ലോക സാഹിത്യത്തിന് മലയാളം നൽകിയിട്ടുള്ള സംഭാവനയാണ് MT എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിസ്തുലമാണ്. എഴുത്തിൽ അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണ്. നിരന്തരം നവീകരിച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. എപ്പോഴൊക്കെ കാണുമോ അപ്പോഴൊക്കെ പുസ്തകത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന MT വായനയിൽ അതിനേക്കാൾ ഏറെ ചെറുപ്പമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ 9 തിരക്കഥകൾ മലയാളത്തിൻ്റെ മഹാന്മാരായ സംവിധായകരാൽ 9 മഹാന്മാരായ നടിമാരാൽ നമ്മുടെ മുൻപിലേക്ക് ആന്തോളജിയായി എത്തുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. അതിന് നേതൃത്വം നൽകിയ അശ്വതിയെയും ടീമിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു.
ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി. എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. MT സാറിന് പിറന്നാൾ ആശംസിക്കുന്നു. രണ്ടെണ്ണത്തിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ നടി കൂടിയാണ് ഞാൻ. അതിന് പ്രിയൻ സാറിൻ്റെ അടുത്തും ജയരാജ് സാറിൻ്റെ അടുത്തുള്ള നന്ദിയും സ്നേഹവും ചേച്ചി സുധീരേട്ടൻ എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ രണ്ട് സിനിമയും കണ്ടിട്ടില്ല, പക്ഷെ പ്രിയൻ സാറ് അന്ന് വിളിച്ചിട്ട് ഫിലോമിന ചേച്ചി ചെയ്ത റോള് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ള ഇതേ നെഞ്ചെടുപ്പോട് കൂടിയിട്ടാണ് ആ സിനിമ ചെയ്തു തീർത്തത്. അതൊക്കെ കാണാനുള്ള ആകാംക്ഷയിലാണ് ഞാനും. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഓഗസ്റ്റ് 15 വരുന്നു. സന്തോഷം. അവസരം തന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.